എനിക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ തീപിടുത്തത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. തീപിടുത്തം പിന്നാലെ പ്രകോശത്തെ വൈദ്യുതി ലൈൻ ഉരുകി നിലത്ത് വീണു. അത് പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാക്കിയിട്ടുണ്ടാവണം. നേരത്തെ ആൽബി അടക്കം പറഞ്ഞ പോലെ ഇവിടെ കുറേ അധികം വൈദ്യുതി കമ്പുകളുണ്ട്. അത് പ്രശ്നമാണ്. അത് കാണുന്നുണ്ട്. ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഒരു വലിയ പൊട്ടിത്തെറിയുടെ കാര്യം എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണപ്പോൾ കേട്ട പൊട്ടിത്തെറിയാകുമോ? ഇത് പൊട്ടി വീണ് തീ പിടിച്ചല്ലോ എന്തായാലും, അല്ലേ ശ്യാം? ഹാഷ്മി, ആ വൈദ്യുതി ലൈൻ ഉരുകുന്ന മുമ്പുള്ള പൊട്ടിത്തെറിയുടെ സൗണ്ടാണ് ആ കേട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഉരുകിയ വൈദ്യുതി ലൈൻ പൊട്ടി ഇവിടെ ഇപ്പോൾ നാട്ടുകാരത് പല സ്ഥലത്തും പൊട്ടി വീണത് അങ്ങനെ എടുത്ത് ചുറ്റി വെച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലാണ് ആ വൈദ്യുതി ലൈനാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഉരുകി പൊട്ടിയതിൻ്റെ ശബ്ദമാണ് അവിടെ നിന്ന് വലിയ പൊട്ടിത്തെറി ശബ്ദമായി നാട്ടുകാർ കേട്ടത്. അത്ര വലിയ ലൈനാണ് ഉരുകി, KCBയുടെ വൈദ്യുതി ലൈനാണ് ഉരുകി പൊട്ടിക്കിടക്കുന്നത്. ഈ പ്രദേശത്തേക്ക് വരുന്ന വഴി നാട്ടുകാർ ഇപ്പോൾ ആ ലൈൻ ഉരുകി താഴെ വീഴാതിരിക്കാൻ അവിടെയൊക്കെ വഴി അടച്ചുകൊണ്ട് ആളുകളുടെ തലയിൽ വീഴാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ലൈനാണ് ഇപ്പോൾ ആ കാണുന്നത്. ഇനി ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും ആ കെട്ടിടം കത്തി നശിച്ച് നിലത്ത് വീണ് കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ആ ഉള്ളിൽ നിന്നുകൊണ്ട് തീ അണയ്ക്കുന്നതിനും പുക വ്യാപിക്കാതിരിക്കുന്നതിനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ബെഡ് ഫാക്ടറിയുടെ റെക്സിൻ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നത്. അതാണ് തീ വളരെ ചെറിയ സമയം കൊണ്ട് ആളിപ്പടരുകയും ആ കെട്ടിടം ഉൾപ്പെടെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. റെക്സിൻ വളരെ വേഗത്തിൽ തീ പിടിക്കുന്ന ഒരു വസ്തു ആയത് തന്നെയാണ് ആ കെട്ടിടം ഉരുകി വീഴുന്നതിനിടയാക്കിയത്. അതും ഷീറ്റാണ് ആ കെട്ടിടം മുഴുവൻ ഉണ്ടായിരുന്നത്. ആ ഷീറ്റുകൾ മുഴുവൻ ഉരുകിയും കത്തിയും ഒക്കെ തീർന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ ഇരുമ്പ് കമ്പികൾ പോലും ഉരുകി വീണിട്ടുണ്ട്. അത്ര വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. നിമിഷങ്ങൾ കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തീപിടുത്തമായിരുന്നു നിലവിലിവിടെ ഉണ്ടായത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ഭാഗങ്ങളിൽ പുക വ്യാപിക്കാതിരിക്കാനും തീ പടരാതിരിക്കാനുമാണ് ഫയർ സ്യൂട്ട് ധരിച്ചുകൊണ്ട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഇപ്പോൾ ഉള്ളിലേക്ക് വെള്ളം അടിച്ച് തീ കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഇപ്പോൾ ആ ഫയർഫോഴ്സ് സേനാംഗങ്ങളുള്ളത്. അതിനോട് ചേർന്ന് കാണുന്ന ആ കെട്ടിടങ്ങളിലടക്കം ഈ തീപിടുത്തം വ്യാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നു. നേരെ എതിർദിശയിൽ അവിടെ ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റുകളടക്കമുണ്ട്. ഇപ്പോൾ ഈ തീപിടുത്തത്തിൻ്റെ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നിരവധി പേർ ഈ പരിസരത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പാണ് ആ പൊട്ടിത്തെറി ശബ്ദത്തോടു കൂടി വൈദ്യുതി ലൈൻ ഉരുകി വീഴുകയും ആ പൊട്ടിത്തെറി ശബ്ദം ഉണ്ടാവുകയും ചെയ്തത്. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മറ്റ് പ്രദേശങ്ങളിലെ വാട്ടർ ടാങ്കറുകളിലടക്കം വെള്ളം കൊണ്ടുവന്ന് ആ പ്രദേശത്ത് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റെക്സിൻ ഫാക്ടറി പൂർണ്ണമായും കത്തി നശിക്കുകയും അത് നിലംപതിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് കൂടുതൽ തീ പടരാതിരിക്കാനും പുക വ്യാപിക്കാതിരിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി ലൈൻ പൊട്ടി വീണു. തീപിടുത്തത്തിൽ വൈദ്യുതി ലൈൻ ഉരുകി പൊട്ടി വീണു. അപ്പോൾ അത് പൊട്ടുമ്പോൾ ഉള്ള ശബ്ദമാണ് പൊട്ടിത്തെറിയുടെ ശബ്ദമായി നേരത്തെ ഇതിൻ്റെ ദൃക്സാക്ഷി അല്ലെങ്കിൽ ഇത് കേട്ട പലരും, സമീപവാസികൾ പലരും കേട്ട ആ വലിയ ശബ്ദം. ഇപ്പോഴും വലിയ പുക ഉയരുന്നുണ്ട്. പക്ഷേ തീ നിയന്ത്രണ വിധേയമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൈകി വന്ന പ്രേക്ഷകർക്ക് എറണാകുളം കളമശ്ശേരിയിലാണ് ഒരു കിടക്ക നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. അത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് സ്ഥലം കത്തിയ ഒരു വലിയ തീപിടുത്തമാണ് എന്ന് തന്നെ പറയാം.